ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ISLന് പൊതുവെ ആവേശം കുറവായിരിക്കും. പറയാൻ കാരണം പല ടീമുകളും വിദേശ താരങ്ങൾ ഇല്ലാതെയാണ് ഇത്തവണത്തെ ISL കളിക്കുന്നത്. വലിയ അഴിച്ചുപണികൾ പല ടീമുകളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ സൂക്ഷിക്കേണ്ട ചില ടീമുകൾ ഉണ്ട്. അതായത് പൂർണ്ണ ശക്തിയോടുകൂടി വരുന്ന 4 ടീമുകളാണ് ഇത്തവണത്തെ ISLൽ ഉള്ളത് എന്ന് പറയുമ്പോൾ മുഴുവൻ വിദേശ താരങ്ങളുമായി കളിക്കുക 4 ടീമുകളായിരിക്കും. അതിലൊന്ന് മോഹൻ ബഗാൻ തന്നെയാണ്. ഒരൊറ്റ താരത്തെ പോലും അവർക്ക് റിലീസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ സീസൺ അവസാനിച്ചതിന് പിന്നാലെ ഗ്രെഗ് സ്റ്റുവർട്ട് ക്ലബ്ബ് വിട്ടിരുന്നു. പകരം റോബ്സൺ റോബിഞ്ഞോയെ അവർ കൊണ്ടുവരികയും ചെയ്തു. കൂടാതെ ഓസ്ട്രേലിയൻ സൂപ്പർ താരങ്ങൾ അവിടെയുണ്ട്. അതായത് കമ്മിങ്സ് ഉണ്ട്, പെട്രറ്റോസ് ഉണ്ട്, മക്ലാരൻ ഉണ്ട്, ആൽബർട്ടോ റോഡ്രിഗസ് ഉണ്ട്, അതുപോലെ തന്നെ ടോം ആൽഡ്രഡ് ഉണ്ട്. അങ്ങനെ എല്ലാ വിദേശ താരങ്ങളെയും മോഹൻ ബഗാന് ഇപ്പോൾ ലഭ്യമാണ്. ഇത്തവണത്തെ ISLലെ ഏറ്റവും കരുത്തർ അത് മോഹൻ ബഗാൻ തന്നെയാണ്. ഇനി മറ്റൊരു ടീം അത് ജംഷഡ്പൂർ FC ആണ്. പൂർണ്ണ കരുത്തോടു കൂടിയാണ് അവർ വരുന്നത്. എല്ലാ വിദേശ താരങ്ങളെയും അവർക്ക് ലഭ്യമാണ്. അതായത് സ്റ്റീഫൻ എസെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഉണ്ട്. അതുപോലെ തന്നെ ലസാർ ദിർക്കോവിച്ച് ഉണ്ട്, റൈ തച്ചിക്കാവ, നിക്കോള സ്റ്റോയാനോവിച്ച്, മേദ്യഹ് തലാലിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, റഫേൽ മെസ്സി ബൗളിയെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ വിദേശ താരങ്ങളെയും ഇപ്പോൾ അവർക്ക് ലഭ്യമാണ്. 6 താരങ്ങൾ അവർക്കുണ്ട്. അങ്ങനെ ഒരു സമ്പൂർണരായിക്കൊണ്ടാണ് ജംഷഡ്പൂർ FC ഇത്തവണത്തെ ISLന് വരുന്നത്. ഇനി മറ്റൊരു ടീം അത് ഈസ്റ്റ് ബംഗാളാണ്. ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിലവിൽ 5 വിദേശ താരങ്ങളെ അവർക്ക് ലഭ്യമാണ്. കൂടാതെ മറ്റൊരു വിദേശ താരത്തെ കൂടി അവർ കൊണ്ടുവന്നേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2 താരങ്ങൾ അവരോട് ഗുഡ് ബൈ പറഞ്ഞിരുന്നു. അതായത് ഹാമിദ് അഹ്ദാദും അതുപോലെ തന്നെ ഹിരോഷി ഇബുസുക്കിയും വിട പറഞ്ഞിരുന്നു. പകരമായി കൊണ്ട് ഒരു താരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, യൂസഫ് എസജാരിയെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ കെവിൻ സിബിയെ, മിഗേൽ ഫിഗേര, അതുപോലെ തന്നെ മുഹമ്മദ് റാഷിദ്, സൗൾ ക്രസ്പോ എന്നിവരെ ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന് ലഭ്യമാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു ടീം അത് ഇന്റർകാശിയാണ്. ഇന്റർകാശി നല്ല തയ്യാറെടുപ്പോടു കൂടിയാണ് ഇത്തവണത്തെ ISLന് വരുന്നത്. നിലവിൽ 5 വിദേശ താരങ്ങളെ അവർക്ക് ലഭ്യമാണ്. പ്രത്യേകിച്ച് എല്ലാം സ്പാനിഷ് താരങ്ങളാണ്. ഗോൾ കീപ്പറെ വരെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ലൂയിസ് ടറേസ് എന്ന സ്പാനിഷ് ഗോൾ കീപ്പറെ അവരിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ മധ്യനിര താരമായ സെർജിയോ ലമാസ്, അതുപോലെ തന്നെ വിങ്ങറായ ആൽഫ്രഡ് പ്ലാനസ്, അതുപോലെ തന്നെ മിഡ്ഫീൽഡറായ ഡേവിഡ് ഹ്യൂമാനസ് എന്നിവരെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനു പുറമെ സ്ട്രൈക്കറായ മരിയോ ബാർക്കോ കൂടി അവിടെയുണ്ട്. അങ്ങനെ 5 വിദേശ താരങ്ങളെ അവർക്ക് ലഭ്യമാണ്. ഒരു താരത്തെ കൂടി അവർ കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ പൂർണ്ണ ശക്തിയോടുകൂടി 4 ടീമുകളാണ് ഇത്തവണത്തെ ISLന് വരുന്നത്. മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, ജംഷഡ്പൂർ FC, ഇന്റർകാശി. ഈ 4 ടീമുകളെയും മറ്റുള്ള ടീമുകൾ ഒന്ന് ഭയക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.